അപ്പം ഇങ്ങനെയുള്ള ഗാസ ഒഴിച്ച് ബാക്കി വേർതിരിച്ച് നിർത്തി. അങ്ങനെ നിർത്തിക്കഴിഞ്ഞ് അടുത്ത അറ്റാക്ക് ഉണ്ടായി 2006. ആ അറ്റാക്കിൽ എന്ത് ചെയ്തു? 120ഓളം പാലസ്തീന ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ അവർക്ക് അടുത്ത ലക്ഷ്യം ഗാസയാണ്. എന്തിനാണ് ഈ ഗാസ? ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് അറബികളും അല്ലെങ്കിൽ മുസ്ലിങ്ങളും യഹൂദന്മാരോടുള്ള പ്രശ്നമേ അല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഗാസയുടെ തീരത്ത് ഓയിൽ കണ്ടെത്തി. ഈ ഓയില് ഡിസ്റ്റൻസ് അനുസരിച്ച് ഗാസയിലെ അറബികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം കഴിഞ്ഞോടുകൂടി ഈ റഷ്യയുടെ ഓയിലും നാച്ചുറൽ ഗ്യാസും ബ്ലോക്ക് ചെയ്തു, സാങ്ഷനാക്കി. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഈ ഓയിൽ നാറ്റോയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹമാസ് പറഞ്ഞു പറ്റിയല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമായിട്ട് ചേർന്ന് നടക്കുന്നതാണ്, ഈ ഓയിലിൻ്റെ മുഴുവൻ വരുമാനവും ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ അണ്ടർഗ്രൗണ്ട് റിസർവ് അമേരിക്ക ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തപ്പം കുവൈറ്റിനുള്ളതിൻ്റെ അത്ര ഓയിൽ അവിടെ കിടപ്പുണ്ട്. അത്ര ഓയിൽ ഗാസയിലെ അറബികൾ കിട്ടിയാൽ അവന്മാർ കോടീശ്വരന്മാരാകും. അപ്പോൾ ഇത് ഇസ്രായേലിന് വേണം. അതുകൊണ്ട് ഗാസയിൽ നിന്ന് അറബികളെ ഒഴിപ്പിക്കണം. അതിനാണ് ഈ യുദ്ധം നമ്പർ 1 ലക്ഷ്യം. ഗാസ പിടിക്കാനുള്ള പരിപാടി അവിടെയാണ് തുടങ്ങുന്നത്. രണ്ടാമത്തത്, ഭരണഘടന തിരുത്തി സുപ്രീം കോടതിയുടെ മുകളിൽ കയറാൻ നെത്യാനാഹു ഒരു ശ്രമം നടത്തി. ഈ ശ്രമത്തെ ഇസ്രായേലിലെ ജനങ്ങൾ ഇറങ്ങി ഭയങ്കരമായിട്ട് പ്രകടനം നടത്തിയെങ്കിൽ 1-ാം ഭാഗം നെത്യാനാഹു പാസ്സാക്കി. ജനങ്ങൾ ഇതിനെ എതിർത്ത് നിന്നാൽ നെത്യാനാഹുവിന് ഭരണഘടനയെ അട്ടിമറിക്കാൻ പറ്റിയില്ല. അപ്പോൾ യഹൂദന്മാരെ കയ്യിലെടുക്കാൻ എന്ത് ചെയ്യണം? ഒരു യുദ്ധം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതിനാണ് നെത്യാനാഹു ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കി ഇസ്രായേലിനെ യോജിപ്പിച്ച് അയാളുടെ കീഴിൽ നിർത്തണം. ഈ ഭരണഘടനാ ഭേദഗതിക്കെതിരെ യഹൂദന്മാരെ തിരിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിവെന്റീവ് സ്റ്റെപ്പാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തത്, വളരെ ശ്രദ്ധേയമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹമാസ് അറബികളുടെ സംഘടനയല്ല. ഹമാസിന് ചെലവിന് കൊടുത്ത് ആ സംഘടന ഉണ്ടാക്കിയത് അമേരിക്കയുടെ CIA കൊടുത്ത പൈസ കൊണ്ടാണ്. ഇത് അമേരിക്കയുടെ സെനറ്റിൽ അമേരിക്കയുടെ CIA ചീഫ് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഹമാസ് ഞങ്ങളുടെ സൃഷ്ടിയാണെന്ന്. ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ സപ്പോർട്ടായപ്പോൾ ഹിസ്ബുള്ളയുടെ കീഴിൽ അറബികൾ നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടി ഇസ്രായേൽ ഉണ്ടാക്കിയ ചാര സംഘടനയാണ് ഹമാസ്, അല്ലാതെ അത് അറബികൾ ഉണ്ടാക്കിയ സംഘടനയെ അല്ല. ഇതതിന്റെ മറുവശമാണ്. അഫ്ഗാനിസ്ഥാൻ റഷ്യക്കാരുടെ ഇടപെട്ടപ്പം അമേരിക്ക ഉണ്ടാക്കിയ സംഘടനയാണ് താലിബാൻ, അമേരിക്കയുടെ മക്കളാണ്. എന്നിട്ട് ഇസ്ലാമിക ടെററിസം എന്ന് പറയുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ 7 ലക്ഷം പേരെ കൊന്ന് സ്ത്രീകളെയൊക്കെ വിധവകളാക്കിയപ്പോൾ അമേരിക്ക പറഞ്ഞു അഫ്ഗാൻ ഡെവലപ്മെന്റ്. അഫ്ഗാൻകാരൻ തിരിച്ചൊരു ബോംബ് പൊട്ടിച്ചാൽ ടെററിസം എന്ന് പറയും. ഇറാഖിൽ 10 ലക്ഷം അറബികളെ കൊന്നു. അവന്റെ $50 ബില്യൺ പിടിച്ചെടുത്തു. അതെന്താണ്? അത് ഇറാഖി ഫ്രീഡം. ഇറാഖി അവന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ബോംബ് പൊട്ടിച്ചാൽ ടെററിസം എന്ന് പറയും. അതാണ് അതിന്റെ വ്യത്യാസം, വാക്ക് മാറ്റി പറഞ്ഞതായി. അപ്പൊ ഇവിടെ ഹിസ്ബുള്ളക്കെതിരെ അമേരിക്ക ഈ ഇസ്രായേൽ ഉണ്ടാക്കിയ സംഘടനയാണ് ഹമാസ്, അത് അറബികളുടെ സംഘടന അല്ല. അൽ-ഖയ്ദ ഉണ്ടാക്കിയത് അമേരിക്കക്കാരാണ്. ISIS ഉണ്ടാക്കിയതാരാണ്? ജയിലിൽ അറസ്റ്റിലായി കിടന്ന ഒരാളിനെ പിടിച്ചുകൊണ്ടുവന്ന് അവനെ കാലിഫായിട്ട് പ്രഖ്യാപിച്ച് അവന് സൈന്യം കൊടുത്ത് അവന് പൈസ കൊടുത്ത് ISISനെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അമേരിക്കയുടെ മക്കളാണ് ഈ താലിബാനും ISISും അൽ-ഖയ്ദയും. അത് മുസ്ലിങ്ങളുടെ തല കെട്ടിവെച്ചളരുത്. അപ്പൊ ഈ ഹമാസിനെ ഉപയോഗിച്ച് ഈ ആക്രമണം നടത്താൻ ഹമാസ് വിചാരിച്ച പറ്റുമോ? പറ്റിയല്ല. മൊസാദിനെ വെല്ലിട്ടിട്ട് ഇസ്രായേലിൽ കയറി 150 പേരെ കൊന്നിട്ട് അവിടുത്തെ 300 പേരെ പിടിച്ചോണ്ടിരാൻ പറ്റുമോ ഹമാസ് വിചാരിച്ചാൽ? അപ്പൊ ഈ ഹമാസിനെ അകത്ത് കയറ്റി അതിർത്തി തുറന്നു കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്തത് നെത്യാന്യാഹു അറിഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണ് യുദ്ധം ഇപ്പോൾ അനാവരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഡോളറിന്റെ വില പോയാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അമേരിക്കയുടെ ഡോളർ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോക മാർക്കറ്റിൽ അവന്റെ ആയുധം വിറ്റേ പറ്റുള്ളൂ. അമേരിക്കൻ എക്കണോമിയുടെ 25% വെപ്പൺസ് സെയിലാണ്. അമേരിക്കയിലെ 13 ആയുധ നിർമ്മാണ ശാലകളുണ്ട്. അതിൽ 3 ഉടമസ്ഥർ ഇസ്രായേലികളാണ്, യഹൂദന്മാരാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ 25 ബാങ്കിന്റെ ഉടമസ്ഥാവകാശം യഹൂദന്മാർക്കാണ്. അപ്പോൾ ഡോളർ പൊട്ടിയാൽ യഹൂദന്മാരുടെ പണം പോകും. ഒരു യഹൂദന്റെ ബാങ്ക് ഓൾറെഡി പൊട്ടി. അടുത്തത്, ആയുധം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ആയുധ നിർമ്മാണ ശാലകൾക്ക് വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഡോളർ പൊട്ടും. ഡോളർ പൊട്ടിയാൽ അമേരിക്കൻ സാമ്രാജ്യം തകരും. അപ്പൊ അമേരിക്കയ്ക്ക് ഒന്നുകിൽ വിയറ്റ്നാം യുദ്ധം വേണം, അല്ലെങ്കിൽ കൊറിയ യുദ്ധം വേണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധം വേണം, അല്ലെങ്കിൽ ഇറാഖിൽ യുദ്ധം വേണം. എവിടെങ്കിലും യുദ്ധത്തിൽ അവന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതിനാണ് യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത്. കൊല്ലുന്നതും ചാവുന്നതും സ്ലാവിക് ഗോത്രങ്ങളാണ്. റഷ്യയും യുക്രൈനുകളും സഹോദരങ്ങളാണ്. അവരെ തമ്മിൽ തല്ലിച്ചിട്ട് ആയുധം വെക്കുന്ന അമേരിക്ക.
ഇവിടെ പാലസ്തീനെയും യഹൂദനെയും കൂടെ അടിച്ചാൽ ആയുധം വയ്ക്കുന്നത് അമേരിക്കയുടെ. ചാവുന്ന ആരാണ്? അമേരിക്കാരനാണോ? അല്ല, യഹൂദനും മുസ്ലിമും ചത്തോളും. ഇവിടെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്വത്തിന്റെ, ബ്രിട്ടന്റെ അമേരിക്കയുടെ സാമ്രാജ്യത്വമാണ് ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന യുദ്ധം. ഇത് യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമല്ല. കഴിഞ്ഞ 1400 കൊല്ലം യഹൂദന്മാരെ സംരക്ഷിച്ചത് ഇസ്ലാമാണ്. യഹൂദന്മാർക്ക് പള്ളി വെച്ചു കൊടുത്തത് ഖാലിഫ ഉമറാണ്. യഹൂദന്മാരെ സംരക്ഷിക്കാൻ പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. യഹൂദന്മാരും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ ഈ പത്രവും ടെലിവിഷനും കണ്ടിട്ട് ഇതെല്ലാം വിഴിയും കളയില്ല. അതിനാണ് ഞാൻ കുറെ സത്യം പറഞ്ഞത്. ഇത് അറബികളെ യഹൂദന്മാരുടെ യുദ്ധമല്ല. യഹൂദന്മാർ ഒരു ജാതി അല്ല. വൈറ്റ് ജ്യൂസും ബ്ലാക്ക് ജ്യൂസും സെമിറ്റിക് ജ്യൂസും മൂന്നാണ്. ഈ യുദ്ധം ഹമാസ് ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് പാലസ്തീനികളായ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് 27,000 പേരാണ്. 2014 to 2023 കണക്കുണ്ട് നമ്മുടെ. മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് 27,000. തിരിച്ച് ഹമാസ് അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ മരിച്ച ഇസ്രായേലികൾ യഹൂദന്മാര് 1200 യഹൂദന്മാർ കൊല്ലപ്പെട്ടു. 27,000 മുസ്ലിങ്ങൾ അറബികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 27,000 പേര് കൊല്ലപ്പെട്ടു. അപ്പോ 1300 പേരെ ചത്താൽ ടെററിസം, 27,000 പേരെ കൊന്നാൽ അതൊക്കെ ഞങ്ങളുടെ സെൽഫ് ഡിഫൻസ്. ഇതാണ് ഇപ്പോഴത്തെ ന്യായം. അതുകൊണ്ട് പദ്ധതി കാണുന്നത് വിഴുങ്ങി കളയരുത്. സത്യം സത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ കഴിഞ്ഞിരിക്കണം. സത്യം, ഞാൻ യഹൂദന്മാർ വലിയൊരു ആരാധകനാണ്. ലോകചരിത്രത്തെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി മോസസ് വന്നപ്പം അതൊരു യഹൂദനാണ്. ആകെ നോബൽ സമ്മാനം കിട്ടിയതിനകത്ത് 20% പേര് 1/5 ആളുകൾ യഹൂദന്മാരാണ്. സ്വീഡിഷ് അക്കാദമിയെ കൺട്രോൾ ചെയ്യുന്ന യഹൂദന്മാരാണ്. ആർക്ക് നോബൽ സമ്മാനം കൊടുക്കണം തീരുമാനിക്കുന്ന യഹൂദനാണ്. അത് വേറെ കാര്യം, വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ നമുക്ക് വലിയ ബഹുമാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിരയിൽ ഓടുന്ന കുറച്ച് യഹൂദ രക്തമുണ്ട്. ഒരു യഹൂദനായ ഒരു ഡച്ച് പട്ടാള ഉദ്യോഗസ്ഥൻ കുളച്ചൽ യുദ്ധത്തിന് സമയത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു 30 പേരുടെ സൈന്യമായിട്ട്. അവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ചക്കട്ടടുത്ത ഒരു സുന്ദരി പെണ്ണിനെ കണ്ടപ്പോൾ ഈ ഡച്ചുകാരനായ പട്ടാളക്കാരന് ഭയങ്കര ആകർഷണം. അപ്പോൾ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അപ്പം പറഞ്ഞു, നിങ്ങൾ ജോലി രാജിച്ചോടെ താമസിക്കാമെങ്കിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദനായ ഡച്ചുകാരൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയിൽ ഈ യഹൂദനുണ്ടായ മകനാണ് ഇട്ടിത്തമ്മൻ തറയൻ. ആ ഇട്ടിത്തമ്മൻ്റെ മകളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് മദർ. എൻ്റെ രക്തത്തിൽ ഇപ്പോൾ യഹൂദൻ്റെ രക്തം ഓടുന്നുണ്ട്. ഞാൻ യഹൂദനോട് വലിയ ആരാധനയുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങളോട് ചരിത്രം പറയുമ്പോൾ സത്യം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ യഹൂദനോട് ആരാധനയുള്ള, എൻ്റെ രക്തത്തിൽ യഹൂദൻ്റെ DNA ഉള്ള ഞാൻ സത്യം നിങ്ങളോട് പറയുന്നത് എനിക്ക് യഹൂദപരമായിട്ടല്ല. പരിശുദ്ധ പ്രവാചകനെയും ഇസ്ലാമിക ലോകത്തിനുണ്ടാക്കിയ വലിയ മാറ്റത്തെ പറ്റിയും പറയുമ്പോൾ എനിക്ക് 10 നാവുണ്ടാവും. കാരണം എനിക്ക് പ്രവാചകന്റെ ആ ലോകചരിത്രം മാറ്റിമറിച്ച അത്ഭുതം എന്നെ അത്ഭുതം കൂറുന്ന കണ്ണുകളോട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. ആ യഹൂദന്റെ വളർച്ചയിൽ ഇന്ത്യക്കാരായ നമ്മൾ ജെറുസലേം ദേവാലയം പണിഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വായിക്കുമ്പം ഒരു ഭാരതീയനായി എനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായവും വ്യക്തിപരമായ ബന്ധങ്ങളും ഒരു വശത്ത് വെച്ചേക്കണം. ചരിത്രം പഠിക്കുമ്പോൾ സത്യസന്ധമായി ആ ചരിത്രം പഠിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് ഇസ്രായേൽ പാലസ്തീൻ്റെ യുദ്ധത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇത് മുസ്ലിം യഹൂദൻ തമ്മിൽ യുദ്ധമേ അല്ല. അമേരിക്കൻ സാമ്രാജ്യത്തിന് വേണ്ടി അറബികളെയും യഹൂദന്മാരെയും തമ്മിലടിപ്പിച്ച് അതിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വമാണ്. മരിക്കുന്നത് യഹൂദനും അറബികളുമാണ്. രണ്ടുപേരും അബ്രഹാമിന്റെ സന്ധി പരമ്പരയിൽപ്പെട്ട ഇസ്മായിലിന്റെ ഇസാഹക്കിന്റെ സന്ധി പരമ്പരയിൽപ്പെട്ടവരാണ്. ഏകോദര സഹോദരങ്ങളായ യഹൂദനും മുസ്ലിം തമ്മിൽ യുദ്ധം പാടില്ല. ആരുടെ രക്തം വീണാലും അത് മനുഷ്യരാശിയുടെ ശത്രു. പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ ആരുടെ രക്തം വീണാലും അത് മനുഷ്യരാശിക്കെതിരെ ചെയ്യുന്ന പാവമാണ്. അതുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കാൻ നമ്മൾ യഹൂദനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളോട് ജീവിക്കേണ്ടത് ഈ ലോകത്തിന്റെ ഈ നൂറ്റാണ്ടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് പാലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലയെ ഫലസിക്കുകയും അവിടെ സമാധാനം നിലപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ എന്നോട് ദേഷ്യമൊന്നും പാടില്ല. ഞാൻ സത്യം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം.